മകരവിളക്ക് കാണാൻ സന്നിധാനത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഭക്തർ തമ്പടിച്ചു കഴിഞ്ഞു. വെയിലും മഴയും തണുപ്പും ഒന്നും വകവയ്ക്കാതെയാണ് 2 ദിവസം മുൻപ് തന്നെ ഭക്തർ പർണശാലകൾ ഒരുക്കിയത്. 1 ലക്ഷത്തിലധികം ആളുകൾ സന്നിധാനത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ തങ്ങുന്നുണ്ടെന്നാണ് പോലീസിന്റെ കണക്ക്. ഒരു വർഷം കാത്തിരുന്നാണ് മകരവിളക്കിനായി ഓരോ ഭക്തനും ശബരിമല കയറുന്നത്. ഏറ്റവും മികച്ച ദർശനമാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനായി 2 ദിവസം മുൻപ് തന്നെ അയ്യപ്പനെ കണ്ട് ദർശനം പൂർത്തിയാക്കുന്ന ഭക്തർ സന്നിധാനത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ തമ്പടിക്കും. ഈ സമയങ്ങളിൽ താമസിക്കുന്നതിനായി ഷീറ്റുകളും മറ്റും ഉപയോഗിച്ച് ഇവർ നിർമ്മിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങളാണ് പർണശാലകൾ. മകരവിളക്ക് നന്നായി കാണാൻ സാധിക്കുന്ന ഇടങ്ങളിലാണ് പർണശാലകളുടെ നിർമ്മാണം. ഇടയ്ക്കിടെ മാറിവരുന്ന ശബരിമലയിലെ കാലാവസ്ഥകളൊന്നും തങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഇവിടെ തങ്ങുന്ന ഭക്തർ പറയുന്നു. ദർശനം കഴിഞ്ഞ് ഇന്ന് രാവിലെ ദർശനം കഴിഞ്ഞ് തുടങ്ങും. ഇവിടെ തുടരുകയാണ്. ഇനിയിപ്പോൾ നാളെ നെയ്യഭിഷേകം കഴിഞ്ഞ് ജ്യോതിയും കഴിഞ്ഞ് വൈകിട്ട് മടങ്ങാതെ 15-ാം തീയതി രാവിലെ മടങ്ങും. പകൽ ഭയങ്കര ചൂടായിരിക്കും, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കാറ്റായിരിക്കും, പിന്നെ രാത്രി നല്ല തണുപ്പും മഞ്ഞും എല്ലായിരിക്കും. എന്നാലും ഒന്നും പ്രശ്നമില്ല. നമുക്ക് അയ്യപ്പനെ കാണാം, മകരജ്യോതി കാണാം. 2 நாள் இங்கே தான் தங்க போகிறோம். தாவலம் மட்டும் இங்கே தங்குறோம். திவ்ய தரிசனம் 12ஆம் படி நல்லா ஏறியாச்சு. நாங்கள் வர நேரத்தில் கூட்டம் இல்லை, நல்லா பார்த்துட்டோம், சாமി பார்த்துட்டோം. ദർശനം, ദിവ്യ ദർശനം. ഇങ്ങനെ 1 ലക്ഷം ഭക്തർ ഇപ്പോൾ തന്നെ ശബരിമലയിൽ തമ്പടിച്ചതായാണ് കണക്ക്. അതേസമയം വനത്തിനുള്ളിൽ പർണശാലകൾ നിർമ്മിക്കുന്നതിന് വിലക്കുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പാചകം ചെയ്യാനും ഭക്തർക്ക് അനുവാദമില്ല. മീഡിയ 1 സന്നിധാനം.